സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിരുവിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ജിയെ പറ്റി തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാട് ഇലക്ഷനോടനുബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രന്റെ നിഴലും നിഴലിന്റെ അമ്മച്ചിയും വല്യമ്മയും ഒക്കെ കാണിച്ചു കൂട്ടുന്ന പരാക്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നതാണല്ലേ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ഷന്റെ ഒരു മുന്നോടിയായിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ അമ്മമാരുടെ കയ്യിൽ പൈസ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തൂക്കിയപ്പോൾ അതിന് ശോഭാ സുരേന്ദ്രൻ കാണിച്ച വലിയ ഒരു ഗുണ്ടാ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. ഗുണ്ടായിസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നവനെ നിന്നെ ഇടിച്ചതിന്റെ കരണക്കുറ്റി പൊട്ടിക്കുന്നു പറഞ്ഞിട്ട് അവന്റെ കാറിനടുത്തേക്ക് ആക്രോശിച്ചുകൊണ്ട് വരുന്ന ശോഭാ സുരേന്ദ്രൻ നമ്മൾ കണ്ടിരുന്നല്ലേ. അതിനുശേഷം ഈ ഒരു അമ്മൂമ്മയുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഈ BJP-യിലെ ചില പ്രവർത്തകർ നിന്ന് മെഴുകുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് വാങ്ങാൻ തന്നെ ഒരു മാസം എങ്ങനെ പോയാലും 5000 രൂപയ്ക്ക് അടുത്താവുന്നുണ്ട്. ഒരു പക്ഷേ ശോഭേച്ചി മരുന്ന് വാങ്ങാനുള്ള പൈസ അവരുടെ കൊടുത്തു വിട്ടതായിരിക്കും എന്നാണ് പറയുന്നത്. മലയാളികൾ ആരുമല്ല ഈ പൈസ കൊണ്ട് കൊടുക്കുന്നത്. ഏതോ ആന്ധ്രാപ്രദേശിൽ നിന്നോ UP-യിൽ നിന്നോ ബീഹാറിൽ നിന്നോ ഒക്കെ സംഖ്യകൾ നേരിട്ട് ഇറക്കുമതി ചെയ്ത ഒരു സാധനമാണ് വന്ന് പൈസ കൊടുക്കുന്നത്. ഈ ആത്മാവിന് ഈ നിഴലെന്ന് പറയപ്പെടുന്ന ആ ഒരു യുവതിക്കും ഒരുപാട് ഉന്നത നേതാക്കന്മാരുമായിട്ടൊക്കെ ബന്ധമുണ്ട് കേട്ടോ. ഈ രാജീവ് ചന്ദ്രശേഖരൻ അടക്കമുള്ള BJP-യുടെ തലമൂത്തപ്പന്മാർ വരെയായിട്ടും ബന്ധമുള്ള ഒരു സ്ത്രീയാണ് ആ നിഴലെന്ന് പറയുന്നത്. നിഴലിന് വസ്ത്രമുണ്ട്, മുല്ലപ്പൂവുണ്ട്, കാറുണ്ട്, എല്ലാം ഉണ്ട്. നിഴൽ പ്രചാരണത്തിന് ഇറങ്ങിയതാണ്. അപ്പൊ അങ്ങനെയാണ് ശോഭാജി വലിയ മെഴുകലുകൾ മെഴുകിയത്. പിന്നീട് അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ കോടിക്കണക്കിന് പൈസയുടെ തിരിമറി നടത്തുന്നു, അല്ലെങ്കിൽ അട്ടിമറി നടത്തുന്നു, അഴിമതി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോൾ റെക്കോർഡിങ് ഞാൻ നിങ്ങളെ കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശോഭാ സുരേന്ദ്രനെതിരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട മുൻ BJP വനിതാ നേതാവിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ശോഭാ സുരേന്ദ്രൻ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. ബിന്ദു വിനയകുമാർ എന്നാണ് ആ ഒരു BJP നേതാവിന്റെ പേര്. അവർ പറയുന്നത്, ശോഭാ സുരേന്ദ്രൻ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാവമല്ല, നല്ല വിളഞ്ഞ വിത്താണ്. സ്വന്തമായി പക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ആലപ്പുഴ നോർത്ത് ജില്ലയിലെ പക്വതയുള്ള വനിതകളെ സ്ഥാനത്ത് നിന്ന് സ്വന്തം പക്ഷത്തെ തിരുവനന്തപുരത്തെ ഗുണ്ടയും BJP സ്റ്റേറ്റ് സെക്രട്ടറിയുമായ പൂന്തുറ ശ്രീകുമാറിന്റെ സഹായത്താൽ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സെക്രട്ടേറിയറ്റിൽ നിരാഹാരം കിടക്കുമ്പോൾ ശോഭയ്ക്ക് പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളവുമായി വെളുപ്പിനെ നിരാഹാര പന്തലിൽ എത്തിയിരുന്ന വിശ്വസ്തൻ ആയിരുന്നു പൂന്തുറ. ഒരു ജില്ലയിൽ നിന്നും ഒരു വനിതയും ഉയർന്നു വരാത്ത വിധം തടയിട്ട് നിർത്താൻ നല്ല കഴിവാണ്. പാതിരാത്രിയിലും പിരിവ് വാങ്ങാൻ പതുങ്ങി വരും. വിളിക്കുന്നവർ ചെന്നില്ലെങ്കിൽ സ്ഥാനം തെറിപ്പിക്കും. ജില്ലാ പഞ്ചായത്തിലേക്ക് നിന്ന് തോറ്റ നിയമസഭാ സ്ഥാനാർത്ഥിയും ആശ്രിത വത്സലനുമാണ്. അങ്ങനെ കിട്ടിയതാണ് സീറ്റ് എന്ന് പറയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശോഭാ സുരേന്ദ്രൻ തിരിച്ച് വിളിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം, BJP-ക്കാരോട് ഇങ്ങനെ, അപ്പോൾ സാധാരണക്കാരോട് എന്തായിരിക്കും? ആലപ്പുഴയിലെ മുൻ BJP നേതാവിനെ അടിച്ച് പണി തീർക്കുമെന്ന ഭീഷണിയുമായി ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് കൈരളി TV പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. ഞാൻ നിങ്ങളെ എന്തായാലും കേൾപ്പിച്ചു തരാം. വേറെ ചാനലും പുറത്തുവിടില്ല, എല്ലാവർക്കും പേടിയാണ് കേട്ടോ. ആ വാർത്ത കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. അതെ, ഞാൻ BJP-യുടെ ആലപ്പുഴ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ശോഭാ സുരേന്ദ്രനാണ് ഈ പൂന്തുറ ശ്രീകുമാർ മുഖാന്തരം നല്ല വൃത്തിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ പുറത്തോട്ട് വരാത്ത രീതിയിൽ ഒതുക്കിയത് ഈ പൂന്തുറ ശ്രീകുമാറുമായിട്ട് അവിടെ ആലപ്പുഴയില് തിരുവനന്തപുരത്ത് സത്യാഗ്രഹം ഇരിക്കുന്ന സമയം നിങ്ങൾ പോസ്റ്റ് ഇട്ടോ പൂന്തുറ ശ്രീകുമാറിന് ഇവിടെ 2-3 ഹരിനാരായണനും അതുപോലെ തന്നെ കണ്ണനും ഇവരും ഒക്കെ ആയിട്ട് ചേർന്ന് ആ അറുമുഖം എന്ന അശ്വതി അറുമുഖം ഇവരൊക്കെ കൂടെ ചേർന്ന് നല്ല മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് പ്രസംഗിച്ച് പറഞ്ഞ് സംസാരിച്ച് വന്ന എന്നെ ഒതുക്കിയത്. ഞാൻ വെളിയിലോട്ട് ആത്മാർത്ഥമായിട്ട് പറയാമെങ്കിൽ നിനക്ക് സ്നേഹം ഞാൻ ചോദിക്കട്ടെ, ഞാനൊന്നും പറഞ്ഞു. ശോഭ അവിടെ വന്ന ഇത് തന്നെയാണല്ലോ പാലക്കാട്ടും പറഞ്ഞത്, അടിച്ചു തൊഴികളെ എന്ന് ഞാൻ ചോദിക്കട്ടെ. ഇതൊക്കെ പറയാൻ എനിക്കും പറ്റും. പക്ഷേ പറഞ്ഞോട്ടെ അതിനെ എതിർക്കേണ്ട സമയത്ത് എതിർക്കേണ്ട പോലെ ഞാൻ ശോഭ മര്യാദയ്ക്ക് പറയണമെന്നാണെങ്കിൽ എന്റെ കാര്യം കേൾക്കണം. അന്ന് അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഓഫീസിനകത്തിരിക്കുന്ന സെക്രട്ടറി എന്ന് പറയുന്ന കൊച്ചിനെ ആ ശ്രീകുട്ടൻ ആ കൊച്ചിനെ ഉപദ്രവിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ആ ഓഫീസിലെ ശ്രീകുട്ടൻ, അത് നിങ്ങൾക്കറിയാം, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പൂന്തുറ ആ കൊച്ചിനോട് പറഞ്ഞാണോ നീയും ഈ പാർട്ടി കാണത്തില്ലെന്ന്. ആലപ്പുഴ ജില്ലയിൽ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഈ കവലയ്ക്കൽ വന്ന് രാത്രിയിൽ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ കേക്ക് നിങ്ങൾ കേക്ക് അപ്പൊ ശോഭ അവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നപ്പം ഇതാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദ
എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് മര്യാദയ്ക്ക് ചോദിക്കുമല്ലോ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങളും. അല്ല, അതില്ലാത്തത് ആരാണെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതില്ലാത്തത് ആർക്കാണെന്നും എനിക്കുണ്ടോന്നും എല്ലാം കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാം. എന്തിനാ ഈ ആവശ്യമില്ലാതെ പറയുന്നത്? ശോഭ എന്നോട് വിളിച്ചിട്ട് ചേച്ചി എന്താ പ്രശ്നം എന്നല്ലല്ലോ ചോദിക്കുന്നത്. ഒരിക്കലും നാട്ടുകാരുടെ കൂടെ നിന്ന് കളിക്കത്തില്ല. അത്രയധികം മാനസിക ഈ ഇലക്ഷൻ സമയത്ത് എന്നെ ഒരു വാർഡിൽ പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാതിരുന്നത് ഈ അരുണനും കൂടെ ചേർന്ന് ശോഭ ചെയ്തതാണ്. അറിയാത്ത കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ എനിക്കെതിരെ ഇട്ട പോസ്റ്റിന് നിങ്ങൾ മാപ്പ് പറഞ്ഞു ഞാൻ കോടതിയും കിട്ടുന്ന ചോദിച്ചാൽ വേണ്ട. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിനേക്കാളും SDPയേക്കാളും ഇവിടുത്തെ മാർക്സിസ്റ്റ് എത്രയും വലിയ ഗുണ്ടകളെക്കാളും പിന്നെ നീ ആലപ്പുഴയിൽ ഈ പണം കൊടുക്കാൻ പിന്നെ ഇത് ഞാൻ അങ്ങനെ പെണ്ണാണത്. ഏത് പണം കൊടുക്കാനുള്ള ഇപ്പൊ ഈ കേസ് മുഴുവൻ നീ ഒറ്റ വ്യക്തിയാ. കാരണം നീയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്തത്, നീയാണ് അവിടെ വിട്ടിട്ടുള്ളത്. എവിടെ എന്റെ ശോഭ ഇന്ന് ഞാൻ കോടതി കേട്ടിട്ടില്ലെങ്കിൽ ഈ ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയേണ്ട ശോഭ. ഈ ശോഭ എന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ശോഭ എന്നെ വിളിച്ച് ഇത്ര കോപത്തോട് കൂടി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ശോഭയ്ക്ക് സങ്കടവും ദേഷ്യവും വന്നതുകൊണ്ടാണ്. അതേസമയം എന്നോട് സ്നേഹമായിട്ടാണോ ചോദിച്ചത്? ഇതുപോലെ എല്ലാവർക്കും വിഷമമുണ്ട്. കണ്ടില്ലേ, ശോഭ ഗുണ്ടച്ചേച്ചിയുടെ ഒരു കോളാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത്. തനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരു വീട്ടമ്മയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മുൻ BJP ഒരു നേതാവിനെ വിളിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ്. സ്വന്തം പാർട്ടിക്കിടയിൽ തന്നെ ഈ തോന്നിവാസവും ഈ പിറപ്പുകേടുമാണ് വിളിച്ച് പറയുന്നതെങ്കിൽ ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്താകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും അല്ലേ? അതായത് സ്വന്തം പാർട്ടിയിലുള്ള ഒരാളിനെ വിളിച്ചിട്ട് നിന്റെ പണി ഞാൻ തീർക്കും, നിന്റെ വീട്ടിൽ നിന്റെ കെട്ടിയവരുണ്ടോന്ന് അറിയില്ല, ഞാൻ അവിടെ വന്ന് നിന്നെ പണിയും എന്ന് ഫോണിൽ കൂടി ഡയറക്റ്റ്ലി വിളിച്ച് പറയുകയാണ്. ഇങ്ങനെ വിളിച്ച് പറയാനായിട്ട് ശോഭാ സുരേന്ദ്രൻ വല്ല ഗുണ്ടാ പണിയും ചെയ്യുന്നുണ്ടോ? ശരിക്കും ഈ പറയുന്ന സംഘികൾ അല്ലെങ്കിൽ സംഘിപുത്രന്മാർ, സംഘിണികൾ, ഇവരൊക്കെ ഗുണ്ടാ പണിയുമായിട്ട് ഇറങ്ങി നടക്കുന്ന ആളുകളാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്, വലിയ ന്യായമൊക്കെ പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ജി, നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് പണം കൊണ്ട് കൊടുത്തിട്ട് അതെല്ലാവരും കയ്യോടെ പൊക്കിയപ്പോൾ നിങ്ങൾ കിടന്ന് മെഴുകലുകൾ ഏതൊക്കെ രീതിയിലായിരുന്നു? നിങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ല, നിങ്ങളുടെ നിഴലായിരുന്നു, അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ വീഡിയോ ആണെന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഇന്ന് ആ ഒരു സ്ത്രീ പോസ്റ്റ് ഇട്ടപ്പോൾ, അവരുള്ള കാര്യം പോസ്റ്റ് ഇട്ടപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വിരളി പിടിക്കുന്നത്? എന്തെങ്കിലും ഒരു ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും കിടന്ന് വിരളി പിടിക്കേണ്ട ആവശ്യമില്ലല്ലേ? സ്വന്തം ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമേ എല്ലാ ആളുകളും അവർക്ക് വേണ്ടിയിട്ട് സ്വയമേ വാദിച്ചിട്ടുള്ളൂ. എല്ലാ കാലത്തും അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവർ കൂടുതലായിട്ട് വാദിക്കാൻ ശ്രമിക്കും. എന്നാൽ ശരിയുള്ള ഒരാൾ എന്താ ചെയ്യുന്നത്? അവർ മിണ്ടാതെ അവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് മാത്രം പറഞ്ഞ് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചു കൊണ്ടുവരിക്കും. അല്ലാതെ ഉള്ളവരിങ്ങനെ വായ്ത്താളവും വിട്ടുകൊണ്ടിരിക്കും. ശോഭാ സുരേന്ദ്രൻ അവരുടെ വീട്ടിൽ കയറി നാളെ മിക്കവാറും വല്ല അജ്ഞാത വാഹനം ഇടിച്ച് ഈ പറയുന്ന യുവതി കൊല്ലപ്പെട്ടു എന്നോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അപായം സംഭവിച്ചു എന്നൊക്കെ വാർത്തകൾ വരാം. കാരണം സ്വാഭാവികമാണ്, അങ്ങനെ തന്നെ സംഭവിക്കും. ഇപ്പൊ ഇവരുടെ കയ്യിൽ ഭരണം ഇല്ലാതിരുന്നിട്ട് പോലും ഈ രീതിയിൽ കിടന്ന് മെഴുകുന്നുണ്ടെങ്കിൽ നാളെ ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും അല്ലേ? ഇലക്ഷന്റെ സമയത്ത് ശോഭാ സുരേന്ദ്രന്റെ ആ സൗമ്യമായിട്ടുള്ള സംസാരവും സൗമ്യതയോടു കൂടിയുള്ള പെരുമാറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഇത് ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം, ഇന്നലെ ഇലക്ഷൻ കഴിയുന്നു, ഇന്നലെ വോട്ട് കഴിയുന്നു, ഇന്നിതാ വീണ്ടും തുടങ്ങിയിരിക്കുന്നു വർഗീയതയും തോന്നിവാസങ്ങളും പിറപ്പുകേടുകളുടെയും ഒക്കെ തുടക്കം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ മറുപടി പറയാൻ പേടിയുള്ള ശോഭാ സുരേന്ദ്രൻ ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. തൻ്റെ വീഡിയോ എടുത്ത ഒരാളുടെ മുഖത്തേക്ക് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൈമുട്ടും മടക്കിക്കൊണ്ട് എന്നത് എവിടുത്തെ ന്യായമായിരുന്നു ശോഭാ സുരേന്ദ്ര? അതാണോ നിങ്ങൾ ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണം? അല്ലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ നാട്ടിലെ സർക്കാരും ഈ നാട്ടിലെ നിയമ സംവിധാന വ്യവസ്ഥയും എല്ലാം നിൽക്കണമെന്ന് പറയുന്നത് അതിനു വേണ്ടിയാണോ? പുരുഷന്മാരുടെ മെക്കെട്ട് കയറാൻ വേണ്ടിയിട്ടല്ല സ്ത്രീകൾക്ക് ശാക്തീകരണം കൊടുക്കേണ്ടത്. പുരുഷന്മാരുടെ ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവന്മാർ ചെയ്യുന്ന തെറ്റിനെതിരെ പ്രതികരിക്കാനും, അവന്മാർ ചെയ്യുന്ന തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റാണെന്ന് പറയാനും, തെറ്റിന് നേരെ ശബ്ദമുയർത്താനും, വിരൽ ചൂണ്ടാനും, കൈ ഉയർത്താനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ഒരു കാര്യം നടന്നു, ഒരു കള്ളത്തരം നടന്നു. ആ കള്ളത്തരം കയ്യോടെ തൂക്കിയെന്നറിയുമ്പോൾ അവിടെ കൈപൊക്കാനല്ല, അവിടെ മുഷ്ടി ഉരുട്ടാനല്ല ഈ പറയുന്ന ശാക്തീകരണം എന്ന് പറയുന്ന സാധനമായിട്ട് നിങ്ങൾ പോവേണ്ടത്. അപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ മുഖം മൂടി ഓരോ ദിവസം കഴിയുന്തോറും അഴിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. അഴിഞ്ഞു വീണില്ലെങ്കിൽ അഴിഞ്ഞു വീഴ്ത്താനായിട്ട്, അല്ലെ അഴിച്ചു വീഴ്ത്താനായിട്ട് മാധ്യമ പ്രവർത്തകരടക്കം നമ്മുടെ സ്മൃതി പിന്നെ സതീശന് വേണ്ടിയിട്ട് സ്മൃതീശൻ എന്നുള്ള രീതി വേണമെങ്കിൽ പറയാം. ഈ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചതാണ്. അതായത് അസിത എന്ന് പറയുന്ന ആ പുലിക്കുട്ടിയും മാത്തു എന്ന് പറയുന്ന ആ പുലിക്കുട്ടിയും ഈ രണ്ടുപേരും ഈ ശോഭാ സുരേന്ദ്രനെ വലിച്ചു കയറിക്കൊണ്ട് തന്നെ രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഒരുപാട് മെഴുകലുകളൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതല്ലേ? ഈ വിഷയങ്ങൾക്ക് ശേഷം കൂടുതലും കേട്ടത് മെഴുകലുകളായിരുന്നു. അതായത് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ, രേഖകളുണ്ടെങ്കിൽ നിങ്ങളത് തെളിയിക്കണം, അല്ലാതെ വെറുതെ വന്ന് വായ്ത്താളം വിട്ടിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഈ പറയുന്ന പണം കൊടുത്തൊരു കാര്യത്തെപ്പറ്റി മാധ്യമ പ്രവർത്തകർ പറയുമ്പോൾ മറുപടി പറയുന്നത്. കണ്ടില്ലേ, ഇത്രയും ഭീഷണിയുമായിട്ടൊരു ഗുണ്ടാ നേതാവാണോ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് എനിക്കിവിടെ ചിന്തിച്ചു പോകേണ്ടി വരികയാണ്. നിങ്ങൾ ചിന്തിക്കുന്ന അങ്ങനെ തന്നെ ആയിരിക്കും.
ഒരു ഗുണ്ടാ നേതാവ് എന്നോണം തൻ്റെ മുൻപിൽ കാണുന്ന എല്ലാവരെയും വിളിച്ച് നിന്റെ വീട്ടിൽ വന്ന് നിന്റെ പണി ഞാൻ തീർക്കും, നിന്റെ പണി ഞാൻ എടുക്കുമെന്ന് പറയുന്ന ഈ ശോഭാ സുരേന്ദ്രൻ ഏത് കോടതിയാണുള്ളത്? ശോഭാ സുരേന്ദ്രൻ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ട്, നിന്നെ ഞാൻ കോടതി കയറ്റും, വ്യക്തിപരമായിട്ട് എന്നെ അവഹേളിച്ചതിന് നിന്നെ ഞാൻ കോടതി കയറ്റും. അതിന് ഇയാൾ ആരുവാ? ഒരു സാധാരണപ്പെട്ട ഒരു സ്ത്രീ, ഒരു സാധാരണ ജനം. നിങ്ങൾക്കെതിരെ ഒരാളൊരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പറയാനുള്ള അവകാശവും മാർജവും അതിനുള്ള ധൈര്യവും എല്ലാം നിങ്ങൾക്ക് വേണം. നിങ്ങൾ അങ്ങനെ വേണം പറയാനായിട്ട്. അല്ലാതെ അയാളെ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങളെ ഞാൻ തീർത്ത് കളയും, നിന്റെ പണി ഞാൻ തീർക്കും, നിന്റെ ശ്വാസം നാളെ ഉണ്ടാവില്ല, നിന്റെ മൂക്ക് ഞാൻ പൊത്തിക്കളയും, അല്ലെ നിന്റെ ജീവിതം ഞാൻ അവസാനിപ്പിച്ച് കളയും, ഇങ്ങനെ പറയുന്നതല്ല ശരി. ഇപ്പോൾ ഈ പറയുന്ന എനിക്കെതിരെയും നാളെ എന്തെങ്കിലും പരാതികളും പ്രശ്നങ്ങളുമായിട്ട് ഇവരൊക്കെ വരാം. കുറച്ച് സംഖ്യകൾ എന്നെപ്പറ്റി നാട്ടിലേക്ക് അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെയാണ് ഓരോ ഇടങ്ങളിൽ ഇവർക്ക് എതിരെ എന്തെങ്കിലും പറഞ്ഞു നാളെ അന്വേഷണമായി, അടിയായി, വഴക്കായി, പ്രശ്നങ്ങളായി, വെട്ടിക്കുത്തായി എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും അല്ലേ? ഇങ്ങനെ പ്രശ്നങ്ങൾ ഇവർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ ഒരു ഗുണ്ടായിസമൊക്കെ എൻ്റെ പൊന്നു ശോഭേച്ചി നിങ്ങളുടെ പാർട്ടിയിലും നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകളുടെ അടുത്തും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് എടുത്താൽ മതി. ആ സ്ത്രീയെ വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് അല്ലെ അവരുടെ വീട്ടുകാരെയും അവരെയും വെച്ചുകൊണ്ട് അപരാധവും നിറഞ്ഞ രീതിയിൽ സംസാരിക്കുന്നത് അത്ര നല്ല പരിപാടിയൊന്നുമല്ല, അത്ര നല്ല പ്രവൃത്തിയൊന്നുമല്ല. നിങ്ങൾ പേടിപ്പിച്ചാൽ പേടിക്കുന്ന ആളുകൾ അങ്ങ് യുപിയിലും ബീഹാറിലും ഒക്കെ കാണും. അവരെ പോയി പേടിപ്പിക്കുക. ഈ നാട്ടിലെ ജനങ്ങളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെ പേടിക്കുന്ന വെറും ചാണകം തീനികളല്ല കേരളത്തിലെ ജനങ്ങളെന്ന് ഞാൻ ഈ ഒരു സമയത്ത് എടുത്ത് പറയുകയാണ്. എന്തായാലും ചെയ്യുന്നതൊക്കെ ചെയ്യട്ടെ, പറയുന്നതൊക്കെ പറയട്ടെ. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പാർട്ടി അല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ ഇവിടെ വരട്ടെ. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് എന്നും സ്വൈര്യമായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ അടിച്ചമർത്തപ്പെടാതെ സുഖകരമായിട്ട് സ്വൈര്യ ജീവിതം നയിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ കാത്തിരിക്കുക. ഓക്കെ ബൈ.